2221 കോടി രൂപയാണ് പുനരധിവാസത്തിന് വേണ്ടിയിരുന്നത്. കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായം നാം പ്രതീക്ഷിച്ചു, ലഭിച്ചില്ല. അസാധാരണ ദേശീയ ദുരന്തമെന്ന നിലക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. അതിനോടും മുഖം തിരിക്കുന്ന നിലയുണ്ടായി. 529 കോടി രൂപയുടെ വായ്പ അത് തിരിച്ചടക്കേണ്ട വായ്പയാണ്. എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ തനത് അതിജീവനമായി ചരിത്രം ഇത് രേഖപ്പെടുത്തും. മാതൃകയായി ചരിത്രം ഇതിനെ അടയാളപ്പെടുത്തും. ആരോടൊക്കെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. നമ്മുടെ ജനങ്ങൾ, അവരിൽ വലിയ വിഭാഗം നിത്യജീവിതത്തിന് മാറ്റിവെച്ച തുകയുടെ ഓഹരി ഇതിലേക്ക് സംഭാവന ചെയ്തു. പട്ടിണിക്കാർ മുതൽ നമ്മുടെ പ്രവാസി സമൂഹം വരെ എല്ലാ വൈഷമ്യങ്ങളിലും നമ്മോടൊപ്പം നിന്നിട്ടുള്ളവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. അവരും അവരുടെ സംഘടനകളും മുതൽ വ്യവസായ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വരെ സഹായിച്ചു, കുടുക്ക പൊട്ടിച്ചു. ചില്ലറ തൊട്ടുകൾ തന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ മുതൽ തൻ്റേതായ ഓഹരി തന്ന പാവങ്ങൾ വരെ, അവരോടൊക്കെയുള്ള നന്ദി പറഞ്ഞു തീർക്കാനാവില്ല. ഒരു അതിജീവിത കേരളം പടുത്തുയർത്താൻ മുൻനിന്ന് പ്രവർത്തിക്കുന്നവരാണവർ. എല്ലാം ഏകോപിപ്പിച്ച് ഫലവത്താക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകാം. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ 7 സെന്റിൽ ഒരു വീട് എന്ന നിലക്കാണ് സർക്കാർ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നത്. 2 കിടപ്പുമുറികൾ, പ്രധാന മുറി, സിറ്റൗട്ട്, ലിവിംഗ് റൂം, പഠനമുറി, ഡൈനിങ് ഹാൾ, അടുക്കള, സ്റ്റോർ ഏരിയ, ശുചിമുറി എന്നിവയെല്ലാം വീടുകളിൽ ഉറപ്പാക്കും. ഒരു ക്ലസ്റ്ററിൽ 20 വീടുകൾ, 1000 ചതുരശ്ര അടിയിൽ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറയൊരുക്കിയാണ് വീട് ഉയരുക. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധത്തിലാണ് ടൗൺഷിപ്പിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്. കേവലമായ വസതികളുടെ ഒരു നിരയുണ്ടാക്കി പിൻവാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത്. വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻറ്റർ, മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്ബ്, ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവയാണ് ഇവിടുത്തെ അനുബന്ധ സൗകര്യങ്ങൾ. ആകെ 64.4 ഹെക്ടർ ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വീടുകൾ നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം ദുരന്ത നിവാരണം അവസാനിക്കുന്നില്ല. തുടർ പദ്ധതികളും
സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ദുരന്തബാധിതർക്ക് ഇതുവരെ 25,64,00,000 രൂപയാണ് സർക്കാർ പണമായി നൽകിയത്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായം, പരിക്കേറ്റവർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ചികിത്സാ സഹായം, മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നൽകിയ തുക, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്ത അടിയന്തര സഹായം, ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിവസം 300 രൂപ വീതം നൽകുന്ന ജീവനോപാധി, വീട്ടുവാടക എന്നിവയായാണ് ഈ തുക നൽകിയത്.